നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഗവൺമെന്റ് മോഡൽ സ്കൂളിന്റെ ക്യാമ്പസിലാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ നേട്ടങ്ങളെക്കുറിച്ചുള്ള അറിവ് വിദ്യാർത്ഥികളിലേക്കും സാധാരണക്കാരിലേക്കും എത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISROയുടെ സഹായ സഹകരണത്തോടെ നവംബർ 12, 13, 14 തീയതികളിൽ മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രദർശനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിന്റെ ഉള്ളടക്കം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ദൗത്യത്തിന് തുടക്കം കുറിച്ച സൗണ്ടിംഗ് റോക്കറ്റ് മുതൽ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാന്റെ മാതൃക വരെ ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെ എത്തിയ സന്ദർശകർക്ക് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ദൗത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്നുകൊടുത്തത് മോഡൽ സ്കൂളിലെ തന്നെ പരിശീലനം ലഭിച്ച മിടുക്കരായ വിദ്യാർത്ഥികളാണ്. എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ ഇവിടെ +1 ബയോസയൻസ് ആണ് പഠിക്കുന്നത്. അപ്പം ഈ റോക്കറ്റിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ പേരാണ് RH-75. RH-ന്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ രോഹിണി. 75 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു സർക്കിൾ ഫോം ആകുന്നുണ്ട്. അതിൻ്റെ ഡയമീറ്റർ ആണ് 75. പിന്നെ ഇത് തുമ്പയിൽ വെച്ചാണ് വിക്ഷേപിക്കുന്നത്. ട്രിവാൻഡ്രം തുമ്പ. കാരണം വെച്ചാൽ അവിടെ ഒരു മാഗ്നറ്റിക് ലൈൻ, ഇക്വേറ്റർ പോലെ വേറൊരു ലൈനുണ്ട്. ഒരു ഇമാജിനറി ആണ്. അത് ഇന്ത്യയിൽ തുമ്പയിൽ കൂടെ മാത്രമേ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. അവിടെയാണ് തുമ്പ വെച്ച് വിക്ഷേപിക്കാനുള്ള കാരണം. പിന്നെ ഇതിന്റെ സ്പീഡ് എന്ന് വെച്ചാൽ വളരെയധികം വലുതാണ്. ഇപ്പം നിങ്ങൾ ചെന്നൈയിൽ നിന്ന് നിങ്ങൾ ഈ റോക്കറ്റ് കയറുകയാണെങ്കിൽ വെറും 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് കാശ്മീരിൽ എത്താൻ പറ്റും. അത്രയായ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഇത് ആ കാലത്ത് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള റേഡിയേഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ റോക്കറ്റാണ്. അതിന് ഇപ്പം നമ്മൾ റഷ്യയിൽ നിന്ന് കടമെടുത്ത് നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യൻ മെയ്ഡ് അല്ല. പിന്നെ ആര്യഭട്ടയൊക്കെ നമ്മൾ റഷ്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിലോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ പേര് സൗണ്ടിങ് റോക്കറ്റ്. സൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ശബ്ദമാണെന്ന്. പക്ഷേ സൗണ്ടിങ്ങിന്റെ ഇതിന്റെ മീനിങ് ശബ്ദമല്ല, ടു ടേക്ക് എ മെഷർ. അതാണ് അതിന്റെ അർത്ഥം. കാരണം വെച്ചാൽ ഈ പ്രളയം 2018 പ്രളയം എല്ലാവർക്കും അറിയാം. ഈ അറ്റ്മോസ്ഫിയറിൽ ഈ സൈക്ലോൺസും തണ്ടർസ്റ്റോംസും മറ്റുമൊക്കെ വരുമ്പോൾ നമുക്ക് നേരത്തെ ഈ റോക്കറ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഒറ്റ എഞ്ചിനാണ് പോകുന്നത്. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ എസ്കേപ്പ് വെലോസിറ്റി ആണ്. അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല. അറ്റ്മോസ്ഫിയർ തന്നെ കിടന്ന് അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് അക്ഷയ് GP. ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഈ 2 റോക്കറ്റ്സ് ആണ് ഞാൻ ഇപ്പോൾ എൻ്റെ കിട്ടിയിരിക്കുന്നത്. ഈ 2 റോക്കറ്റ്സ് എന്ന് വെച്ചാൽ SLV, ASLV. SLV എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇത് ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഈ 2 സെയിം ഡ്യൂട്ടിയാണ് ചെയ്യണത്. ഈ റോക്കറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ APJ അബ്ദുൽ കലാം സാർ ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും വിജയകരമായ റോക്കറ്റാണ്. ഫസ്റ്റ് അദ്ദേഹം 1979 ലോഞ്ച് ചെയ്തു. പക്ഷേ അത് വൻ ഫ്ലോപ്പായിരുന്നു. പക്ഷെ അദ്ദേഹം അത് തളർന്നില്ല. അത് മനസ്സിൽ കൂട്ടി 1980 അദ്ദേഹം വൻ വിജയകരമായി സക്സസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെയിം മോഡ്യൂളാണ് രണ്ടാമത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ മോഡ്യൂൾ നമ്മൾ 2 സബ് യൂണിറ്റ്സ് എക്സ്ട്രാ റോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ റോക്കറ്റ്സിൻ്റെ നമ്മൾ കോപ്പർ പാർട്ടിക്കിൾസ് സഹായത്തോടെ നമ്മൾ അതിന് സെൻസർ വെച്ചിട്ടുണ്ട്. ഈ സെൻസർ സഹായത്തോടെ നമ്മൾ എർത്തിന്റെ ലോവർ ഓർബിറ്റിൽ അവിടെ ചെന്ന് റിലീസ് ചെയ്യും. റിലീസ് ചെയ്തതോടെ അവിടെ നമുക്ക് ഈ എർത്തിൽ സിഗ്നൽസ് കിട്ടും. എപ്പോഴാണ് മഴ, എപ്പോഴാണ് കാലാവസ്ഥ ചേഞ്ച് ആവണത്, എല്ലാം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ കണ്ടതെല്ലാം ചെറിയ റോക്കറ്റ്സ് ആണ്. ഇനിയോട്ട് സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിന് ഉപയോഗിക്കുന്ന വലിയ റോക്കറ്റുകൾ. ഇത് PSL എന്ന് പറയും, പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഒരു മികച്ച 4 സ്റ്റേജ് റോക്കറ്റ് എന്ന് പറയും. 4 സ്റ്റേജ് എന്ന് പറയാൻ കാരണം നമുക്ക് അറിയായിരിക്കും റോക്കറ്റിനെ ഒരിക്കലും ഒരു എഞ്ചിൻ കൊണ്ട് നമുക്ക് റോക്കറ്റിനെ കംപ്ലീറ്റ്ലി എത്തേണ്ട ഡെസ്റ്റിനേഷൻ വരെ എത്താൻ പറ്റില്ല. ഇതിന് 4 ഭാഗങ്ങളായിട്ടാണ് ഇതിരിക്കുന്നത്. ഫസ്റ്റത്തെ ഭാഗം ഇതാണ്. ഇതിന് സ്ട്രാപ്പ് മോട്ടോഴ്സ് എന്ന് പറയും. ഇത് ഫസ്റ്റത്തെ എഞ്ചിൻ, ഇത് കഴിഞ്ഞിട്ട് 2ാമത്തെ എഞ്ചിൻ, 3ാമത്തെ എഞ്ചിൻ, 4ാമത്തെ എഞ്ചിൻ. അങ്ങനെയാണ് നമ്മൾ റോക്കറ്റ് വർക്ക് ആവുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കുറേ ദൂരം ഇത് ഉപയോഗിച്ച് നമ്മൾ പോകും. ഫസ്റ്റ് സ്ട്രാപ്പ് മോട്ടറിന്റെ സഹായം കൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ കുറേ ദൂരം പോയി കഴിയും. കുറേ ദൂരം പോകുമ്പോൾ ഇതിലെ ഫ്യൂവൽ വരും. ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താ അറിയാലോ, പെട്രോൾ ഡീസലൊക്കെ ഫ്യൂവൽ. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന വേറെയാണ്. ഞാൻ പേര് പറഞ്ഞെങ്കിൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പേര് അവിടെ എന്നാൽ നിങ്ങൾ അത് ഹൈഡ്രജൻ നിങ്ങൾ നോക്കിയാൽ ഹൈഡ്രജൻ പോലത്തെ ഒരു ഫ്യൂലാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ കത്തി പോകുമ്പോൾ തീരുമ്പോൾ അടുത്ത ഈ ഭാഗം ഉപയോഗിക്കും. ഈ ഒരു ഭാഗം ഉപയോഗിച്ച് ഇതിലും തീരുമ്പോൾ ഇത് ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് ഇതും കഴിയും, ഇതും ഡിസ്കാർഡ് ചെയ്യും. ലാസ്റ്റ് ഈ ഒരു ഭാഗം ഇവിടെ നമ്മുടെ എക്യുപ്മെന്റ് ബേ എന്ന് പറയും. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ സാറ്റലൈറ്റ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്ന CPU ഇല്ലേ, അതേപോലെ ഇതാണ് നമ്മുടെ റോക്കറ്റിന്റെ മെയിൻ പാർട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ പേര് മുഹമ്മദ് അനസ്. ഞാൻ അവിടെ +1 ബാച്ചിൽ പഠിക്കുന്നു. ഞാൻ ഒരു NSS വോളണ്ടിയർ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു എഞ്ചിനാണ്, ക്രയോജനിക് എഞ്ചിൻ എന്നാണ് ഇതിന്റെ പേര്. ഇത് യൂസ് ചെയ്യുന്ന നമ്മൾ അവിടെ കണ്ടില്ലേ, ആ LVM-3 എന്ന് പറയുന്ന ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. ഈ നമ്മുടെ ഈ
ഈ സമയത്ത് ഒരു ഹൈലി സ്റ്റേജിൽ പൊക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ നമ്മുടെ ഇന്ത്യ കണ്ടുപിടിച്ച ഒരു എഞ്ചിനാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് വികാസ് എഞ്ചിൻ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1:4 സൈസാണ്. ഇതിന്റെ എക്സാക്ട്ലി സൈസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും 4 ഇരട്ടി വലിപ്പമായിരിക്കും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറഞ്ഞാൽ പ്രൊപ്പലൻ എന്ന് പറയാറുണ്ട്. ആ ഇന്ധനത്തിന്റെ പേരാണ് N2O4 UDMH. N2O4 എന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ്. എൻ്റെ പേര് പ്രേം പ്രകാശ്. ഇവിടെ +1 പഠിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. ഇതെന്ന് പറയുന്നത് സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെന്റ് എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. അത് ഷോർട്ടായിട്ട് പറയുന്നത് SRE-1 എന്നാണ്. ഇത് റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റ്സിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിൽ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് മെയിനായിട്ടുള്ളത്. ഒന്ന് സിലിക്ക ടൈൽസും മറ്റൊന്ന് കാർബൺ കാർബൺ യൂസ് ചെയ്യുന്നത് ലാൻഡിങ് സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ഓരോ ലെയർ താണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഫോഴ്സ് കണക്ട് ചെയ്ത് ഇനേഷ്യ കുറയ്ക്കാൻ വേണ്ടിയാണ് കാർബൺ യൂസ് ചെയ്യുന്നത്. ഈ സിലിക്ക ടൈൽസ് യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇതിലുള്ള ഹീറ്റ് റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഇതുള്ളത്. ഈ ഒരു സംഭവം റിഫ്ലക്ട് ചെയ്ത് പോകുമ്പം ഇതിനുണ്ടാകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഒരു റിഫ്ലക്ഷൻ കാരണമാണ് ഇത് തിരിച്ച് ഹീറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകും. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ആപ്പിൾ എന്നാണ് ഇതിന്റെ പേര്. ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എയറോൺ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെന്റ് ആണ് ഇതിന്റെ ഫുൾ ഫോം. അത് മാത്രമല്ല ഇത് ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്പെരിമെന്റൽ കമ്മ്യൂണിക്കേറ്റീവ് സാറ്റലൈറ്റ് ആണ്. ഇതെല്ലാം ഒരു എക്സ്പെരിമെന്റ് സാറ്റലൈറ്റ്സ് ആണ്. അതേപോലെ വെറും ഒരു എക്സ്പെരിമെന്റ് സാറ്റലൈറ്റ് ആണ് ഇത്. 1981 ജൂൺ 19 ഇത് വിക്ഷേപിച്ചത്. അത് മാത്രമല്ല ഇത് 36,000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാണ് സ്ട്രോസ് ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചഡ് രോഹിണി സാറ്റലൈറ്റ് സർവീസ്. ഇതെന്ന് പറഞ്ഞാൽ രോഹിണി സാറ്റലൈറ്റിനെക്കാളും കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് ഇത്. ASLV റോക്കറ്റ് യൂസ് ചെയ്താണ് വിക്ഷേപിച്ചത് 1987. ഇത് ഫസ്റ്റ് സാറ്റലൈറ്റ് ആണ്, ഇന്ത്യയുടെ ഫസ്റ്റ് സാറ്റലൈറ്റ്. ഇന്ത്യ ആദ്യമായിട്ട് റഷ്യയുടെ സഹായത്തോടെ വിക്ഷേപിച്ച സാറ്റലൈറ്റ് ആണ്. എൻ്റെ പേര് ആകാശ് SD. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യണത് ഗഗൻയാൻ മിഷന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്തേക്കുന്ന ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ മൊഡ്യൂളിൻ്റെ അകത്ത് മാക്സിമം 4-3 ആൾക്കാർക്കേ പോകാൻ പറ്റുള്ളൂ. ആ 4 ആൾക്കാരെ ഇന്ത്യ ഗവൺമെൻറ് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൊഡ്യൂളിൻ്റെ 1:10 ആണ് ഇതിൻ്റെ ഒറിജിനൽ വലിപ്പം. ഭൂമിയിൽ നിന്ന് സ്പേസിൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ട് എത്തുമ്പോൾ ഈ മൊഡ്യൂള് റോക്കറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് ഭൂമിക്ക് ചുറ്റും കറങ്ങും. ഒരു 6-7 ദിവസം ഭൂമിനെ ചുറ്റി കറങ്ങി ഭൂമിനെ കുറച്ച് പഠിച്ചിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പം ഈ ഒരു മൊഡ്യൂൾ മാത്രമേ കാണുള്ളൂ. ഈ ഒട്ടിച്ചേക്കണേന്ന് വെച്ചാൽ സിലിക്ക ടൈൽസ് ആണ്. തിരിച്ച് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലോട്ട് കയറുമ്പം ചൂട് അകത്തിരിക്കുന്ന ആൾക്കാർക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് സിലിക്ക ടൈൽസ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആദ്യം വിടാൻ പോകുന്നത് വായുമിത്ര എന്ന് പറയുന്ന ഒരു റോബോട്ടാണ്. ആ റോബോട്ട് പോയി ഹ്യൂമൻസിന് അവിടെ പോയി പക്കയാണ് അവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള സ്പേസിൽ ആ ഭൂമിക്ക് ചുറ്റിനും സർഫസ് ഓക്സിജൻ എല്ലാം കാണുമെന്ന് പക്കയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഹ്യൂമൻസിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ.